കമ്പനി നമ്മുടെ അടുത്ത് പറയുന്ന ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 682 ആണ്. പക്ഷേ നമുക്ക് അത്രയും റേഞ്ച് കിട്ടിയിട്ടില്ല. നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയേക്കുന്നത് വന്നിട്ട് വെൽക്കം ബാക്ക് അനദർ വീഡിയോ. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ XCV9E റേഞ്ച്, അത് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു വീഡിയോയിൽ പറഞ്ഞ് മാത്രം റേഞ്ച് എടുക്കുകയല്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കും. സോ നമ്മൾ രാവിലെ നമ്മൾ ഈ വണ്ടി എടുത്ത് നേരെ കൊല്ലം പോയി തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണിത്. സോ രാവിലെ നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത് 435 കിലോമീറ്റർ ആണ് റേഞ്ച് കാണിക്കുന്നത്. 100% ചാർജ് അതിനകത്തുണ്ട്, നിങ്ങൾക്കതിനകത്ത് കാണാൻ പറ്റും. സോ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾ വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുത്തു. നമുക്ക് ഇനി റണ്ണിങ് കണ്ടീഷനിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചെക്ക് ചെയ്ത് ഏകദേശം നമുക്ക് ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ MC റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. XCV9E റേഞ്ച് നമുക്കിപ്പം ബാറ്ററി പെർസെൻറ്റേജ് 79 ആയിട്ടുണ്ട്. സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കാണിക്കുന്ന ബാലൻസ് കിലോമീറ്റർ വന്നിട്ട് 351 ആണ്. അതെപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഏകദേശം നമ്മൾ ഒരു 86-87 കിലോമീറ്റർ ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ഏകദേശം ഒരു 90 കിലോമീറ്ററോളം ഇപ്പം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാലൻസ് റിമൈനിങ് വന്നിട്ട് 79 ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. ഇപ്പൊ നമ്മുടെ വണ്ടി ഉള്ളത് അഞ്ചലിലാണ്, അഞ്ചൽ ടൗണിലാണ്. ഇപ്പൊ നമുക്ക് വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇവിടം വരെയുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം കറക്റ്റ് 235 കിലോമീറ്റർ തന്നെയാണ്. ഇനി നമുക്ക് ബാലൻസ് 187 കിലോമീറ്റർ ഓടുമെന്നും കാണിച്ചിട്ടുണ്ട്. 46% ഇപ്പൊ നിലവിൽ ബാലൻസ് ഉണ്ട്. സോ നമുക്ക് മാക്സിമം ഓടിക്കാൻ പറ്റുന്ന അത്ര ഓടിക്കാം. എന്നിട്ട് എത്ര കിലോമീറ്റർ നമുക്ക് സിംഗിൾ ചാർജിൽ കിട്ടുമെന്ന് നമുക്ക് ഏകദേശം ഒരു 99% കാൽക്കുലേഷൻ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. സോ ഇപ്പൊ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പൊ നമ്മളുള്ളത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ പിൽസ് ഹബ് EV ചാർജിങ് സ്റ്റേഷനിലാണ് വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടേക്കാണ്. വണ്ടി ചാർജ് ചെയ്യാൻ ഇവിടെ വന്ന സമയത്ത് 32% ഉണ്ടായിരുന്നത്. 32% വരെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്കറിയണ്ടേ. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയി, അവിടെ നിന്ന് രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് വരെ വീട്ടിൽ നിന്ന് 235 കിലോമീറ്റർ ഉണ്ടായിരുന്നു കറക്റ്റായിട്ട്. അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പത്തനംതിട്ട പിൽസ് ഈ ഹബ് വരെ നമുക്ക് ഓടിയിട്ടുള്ളത് 56 കിലോമീറ്റർ ആണ്. അതായത് 56 + 235 കിലോമീറ്റർ, ടോട്ടലായിട്ട് 291 കിലോമീറ്റർ വീട്ടിൽ നിന്ന് എടുത്ത് പിന്നെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് 32% ആയിരുന്നു ചാർജിങ്. ഇപ്പോൾ നമ്മൾ 60 കിലോവാട്ടിൻ്റെ ചാർജറിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇനിയിപ്പോൾ നമുക്ക് 100% ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു 3/4 മണിക്കൂറൊക്കെ മതി. പക്ഷെ നമ്മൾ 100% ഒന്നും ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമുക്കൊരു 30% ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വണ്ടി ഓടിയിട്ടുള്ളത് 291 കിലോമീറ്റർ ആണ്. അപ്പം നോർമൽ രീതിയിൽ, അതായത് നമ്മൾ വണ്ടി എടുത്ത സമയത്ത് എക്കോ മോഡിലൊക്കെ ആയിരുന്നു നമ്മൾ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സെറ്റപ്പിലൊക്കെ ആയിരുന്നു നമ്മൾ AC ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പല സമയത്തും ഞാൻ 8, അതായത് ഇതിനകത്ത് 8 എന്നുള്ളൊരു ഓപ്ഷനാണ് ഏറ്റവും കൂടിയ AC പവർ ഉള്ളത്. സ്മാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്മാർട്ട് ഓപ്ഷനിൽ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റീജനറേഷൻ മോഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പവർ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു 10 സെക്കൻഡിന് ഫുൾ പവറിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നമ്മളൊരു 4 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അഞ്ചൽ വരെ ഒരു മീഡിയം സ്പീഡിലേക്കാണ് പോയത്. ഒരു 100, 120, പിന്നെ അതിന് താഴെ ഒരു 70, 80 ആ റേഞ്ചിലേക്കാണ് അഞ്ചൽ വരെ പോയത്. അതിനുശേഷം അഞ്ചലിൽ നിന്ന് ഇവിടേക്ക് പത്തനംതിട്ടയ്ക്ക് തിരിച്ചു വന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി റഫായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് നമ്മൾ ഈ റീജനറേഷൻ മോഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് നിലവിലെ 291 കിലോമീറ്ററാണ് ഓടാൻ പറ്റിയിട്ടുള്ളത്. ബാലൻസ് ഇവിടെ വന്ന സമയത്ത് 32% ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനിട്ടുണ്ട്. ഈ വണ്ടി വാങ്ങിച്ച പിന്നെ പല ആളുകളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലെല്ലാം കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ വണ്ടിയുടെ റേഞ്ച് എത്രയാണെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാവരും പറയും 450, 550, 600 റേഞ്ചൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ
നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് എന്തായാലും ഈ വണ്ടി ഓടിച്ച് നോക്കിയാലാണ് നമുക്കിത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതും നോർമൽ രീതിയിൽ പോയിട്ടൊന്നും നമുക്കതിൻ്റെ കറക്റ്റ് റേഞ്ച് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് റേഞ്ച് പറയാൻ പറ്റുള്ളൂ. സോ മഹേന്ദ്ര XUV9e റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ B6 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. B6ന് കുറച്ചുകൂടി റേഞ്ച് കൂടുതലായിരിക്കും. മഹേന്ദ്ര XUV9eക്ക് കുറച്ച് റേഞ്ച് കുറവായിരിക്കും. സോ നമ്മളിപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ ഇപ്പോൾ എന്തായാലും 0ലേക്ക് വന്നിട്ട് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നിലവിലുള്ളത് 32% ആണ് നിലവിൽ ചാർജ് ഉള്ളത്. അപ്പോൾ കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ 291 കിലോമീറ്റർ ഓടി ഡിവൈഡഡ് ബൈ 68%ലാണ് 291 കിലോമീറ്റർ ഓടിയത്. അപ്പം 68 ചെയ്തപ്പോൾ നമുക്ക് 4.27 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 1% 4.27 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് 4.27 ചെയ്യുമ്പോഴത്തേനും 427 കിലോമീറ്റർ നമ്മൾ സാധാരണ രീതിയിൽ, അതായത് എക്കോ മോഡിലും കാര്യങ്ങളൊന്നും അല്ല, ഇപ്പോൾ ഒരു 100 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്ത് 100 കിലോമീറ്റർ പോയും ഓവർടേക്ക് ചെയ്യേണ്ട സമയത്ത് ഓവർടേക്ക് ചെയ്തും റീജനറേഷൻ മോഡ് ഉപയോഗിക്കേണ്ട സമയത്ത് ഈ പവർ മോഡ് ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. AC കൂട്ടേണ്ട സമയത്ത് AC കൂട്ടിയിട്ടുണ്ട്, അല്ലാത്ത സമയത്ത് ഓട്ടോ സെക്ഷനിലാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിൽ, അതായത് ഒരു നോർമൽ സെക്ഷനിൽ പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് 400 എബോവ് കിട്ടും. മാത്രമല്ല ഈ വണ്ടി വന്നിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ടെറൈനിൽ കൂടിയും പോയിട്ടുണ്ട്. എല്ലാ ടെറൈൻ മരുഭൂമി മഞ്ഞൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഓടാൻ പറ്റുന്ന കുന്നും മലകളും എല്ലാം ഇന്ന് നമ്മൾ അത്യാവശ്യം പത്തനംതിട്ട അറിയാലോ, അത്യാവശ്യം കുന്നും മലകളൊക്കെ ഉള്ള ഏരിയകളാണ്. ആ വഴി കൂടെ എല്ലാം പോയിട്ടാണ് നമുക്ക് 427 കിലോമീറ്റർ XUV9 നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കമ്പനി നമ്മുടെ അടുത്ത് പറയുന്ന ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 682 ആണ്. അപ്പോൾ ചില ആളുകൾ പറയും B6eക്കാണ് ഈ റേഞ്ച് പറഞ്ഞത്. എനിവേ എന്തായാലും നമ്മുടെ അടുത്ത് കമ്പനി ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള 550 കിലോമീറ്റർ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു 550 കിലോമീറ്റർ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അത്രയും റേഞ്ച് കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയേക്കുന്നത് വന്നിട്ട് 427 കിലോമീറ്റർ ആണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ ഓടിക്കുന്നവർക്ക് ഒരു 500-520 റേഞ്ചൊക്കെ അതിനകത്ത് കാണിക്കും. ആ റേഞ്ച് എന്തായാലും കിട്ടുകയും ചെയ്യും. പക്ഷേ അതിനനുസരിച്ചുള്ള ടെറൈൻ, അതിനനുസരിച്ചുള്ള റോഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ആ റേഞ്ച് കിട്ടുള്ളൂ. നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഈ റേഞ്ചാണ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. ഈ റേഞ്ച് ഈ വണ്ടിക്ക് പൊളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. വണ്ടി ഓടിക്കുന്നത് അറിയില്ല, അത്ര നല്ല ഫീലാണ്, ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും ഇപ്പോൾ എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300-300 കിലോമീറ്റർ ഉള്ളൂ. എന്തായാലും ഒരു 1 വേ പോയി നമുക്ക് ചാർജ് ചെയ്യാൻ എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കും. അല്ലെങ്കിൽ പോയിട്ട് വരാനാണെങ്കിൽ പോലും നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെയാണല്ലോ പോകുന്നത്. അവിടെ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും 24 കിലോ വാട്ടിൻ്റെ അതുപോലെ തന്നെ 30 കിലോ വാട്ടിൻ്റെ ഒക്കെ ചാർജേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പത്തനംതിട്ട നിൽക്കുന്നത് 60 കിലോ വാട്ടിൻ്റെ ചാർജറാണ്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ 60 കിലോ വാട്ടിൻ്റെ ചാർജറുണ്ട്. പിന്നെ 230 സംതിങ് എത്ര കിലോ വാട്ടിൻ്റെ കിയയുടെ ഒരു ചാർജറുണ്ട്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാർജർ. അവിടെയൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഈ വണ്ടി ഒരു 20 മിനിറ്റുള്ളിൽ ചാർജ് ചെയ്യാന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്ന രീതിയിലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ 60 കിലോ വാട്ടിൻ്റെ ചാർജറാണെങ്കിൽ പോലും നമുക്ക് ഈ വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ 0 to 100% ചാർജ് ചെയ്യാൻ 1.25 മണിക്കൂർ എടുക്കും. ഇനിയിപ്പോൾ 24 കിലോ വാട്ടിൻ്റെ ഒക്കെ ചാർജറാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും 2.5 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ അടുത്തെടുക്കും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് 60 കിലോ വാട്ട് ചാർജർ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ ബാറ്ററിയും അതുമായി ബന്ധപ്പെട്ട റേഞ്ചും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വാഹനവുമായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അനീഷ് എബ്രഹാം വ്ലോഗ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ബൈ.